ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് ഞാനൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഗാർലിക് ചിക്കൻ ആണ്. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്താൽ നിങ്ങൾക്കും എന്തായാലും ഇഷ്ടമാവും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. വെളുത്തുള്ളിയും സവാള ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെയും അതേപോലെ തന്നെ നെയ്ച്ചോറിൻ്റെയും ഒക്കെ കൂടെ, ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. രാത്രിക്കൊക്കെ എല്ലാവരും ഒരു തവണ ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് മുളകൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. അധികം എരിവില്ലാത്ത മുളകാണ്. നല്ല കളർഫുൾ ആയിരിക്കും നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ. അപ്പം ഞാനൊരു 15 ഏകദേശം എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത്? ഒരു 12 തൊട്ട് 15 വരെ എടുത്താൽ മതി. 15 എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം എരിവുണ്ടാവും. അപ്പം അതിനകത്തോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് അത് നന്നായിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പം അതേ ഞാൻ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളവും കൂട്ടിയിട്ട് നമുക്കിതൊന്ന് അരച്ച് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇവിടെ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അതിനകത്തോട്ട് ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. കുറച്ച് അധികം എടുത്താലും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. കാരണം ഇത് ഗാർലിക് ചിക്കൻ ആണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നമുക്ക് വെളുത്തുള്ളിയാണ് വേണ്ടത്. അപ്പം ഞാൻ ഒരു വെളുത്തുള്ളി ഒരു 4 പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. അല്ലാതെ ക്രഷ് ചെയ്ത് ചേർക്കണം എന്നില്ല. ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് കളർ മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് കരിച്ചെടുക്കേണ്ട, കളർ ഒന്ന് മാറിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 സവാളയാണ് ചേർക്കേണ്ടത്. സവാള നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആ ഒരു ക്യൂബായിട്ടാണ് നമ്മൾ അരിഞ്ഞ് ചേർക്കുന്നത്. അപ്പോൾ 2 സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാളയും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ സാധാരണ ചില്ലി ചിക്കൻ ആക്കുന്ന സമയത്ത് സവാള അധികം വഴറ്റില്ല. പക്ഷേ ഇതിന് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ സവാള വഴറ്റുന്നുണ്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വഴറ്റുകയാണ്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഞാനിത് ഒരു 1/2 കിലോ ചിക്കൻ്റെ അളവാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനിപ്പോൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചിക്കനാണ് ചേർക്കേണ്ടത്. ചിക്കൻ ഞാൻ പറഞ്ഞു 1/2 കിലോ ആണ് എടുത്തിട്ടുള്ളത്. പക്ഷെ ഞാൻ ബോൺലെസ് അല്ല, എല്ലുള്ള പീസും കൂടി തന്നെ എടുത്തിട്ടുള്ളത്. അത് കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ട് നമ്മൾ ചില്ലി ചിക്കനൊക്കെ ചെയ്യുന്ന പോലെ അത്രയും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഡയറക്റ്റ് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനി ഇത് വേവിക്കാനായിട്ട്. അടച്ചു വെച്ച് വേവിക്കൊന്നും വേണ്ട. നമുക്കൊന്ന് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് മാറി വരും. ഏകദേശം നമുക്കൊരു 10 മിനിറ്റ് ഒക്കെ ഇതിങ്ങനെ വേവിക്കേണ്ടി വരും. അപ്പോഴേക്കും നമുക്കൊരു 70-80% ഇത് കുക്കായിട്ട് കിട്ടും. അപ്പോൾ അതേ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇത് ബാക്കിയൊന്ന് വേവിച്ചെടുക്കുക. അപ്പം ഞാനിത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ ഇപ്പോൾ ഏകദേശം ഒരു പകുതിയിൽ മേലെ വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ടൊമാറ്റോ സോസ് ചേർത്തതിന് ശേഷം ഒത്തിരി നേരം അങ്ങ് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷമാണ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മുളകിൻ്റെ ആ ചില്ലിയുടെ പേസ്റ്റ് ചേർക്കുന്നത്. അപ്പോൾ അതേ ഞാനത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ഏകദേശം അതൊരു 3 ടേബിൾ സ്പൂൺ ഒക്കെ ഉണ്ടാവും അരച്ചതിന് ശേഷം. അപ്പോൾ എപ്പോഴും പറയണ പോലെ എരിവ് നിങ്ങൾക്ക് എത്രയാണോ പാകത്തിനുള്ളത് അത്രയും എടുക്കാൻ നോക്കുക. അപ്പോൾ കാശ്മീരി എണ്ണ എടുക്കാൻ നോക്കുക. സാധാ മുളകാണെങ്കിൽ ഇത്ര എടുത്തു കഴിഞ്ഞാൽ എരിഞ്ഞിട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി നമുക്ക് ഒരു 4-5 മിനിറ്റും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ചില്ലി പേസ്റ്റിൻ്റെ ആ കുത്തണ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ചില്ലി പേസ്റ്റ് ചേർത്തതിന് ശേഷം തീ കുറച്ചൊന്ന് കുറച്ച് വെക്കണം. ഇപ്പൊ ചില്ലി പേസ്റ്റിന്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കുക. അതിന്റെ കൂടെ തന്നെ ഞാൻ ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർക്കുന്നുണ്ട്. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ എല്ലാവരും ചേർക്കാൻ നോക്കുക. വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങാനീര് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 1 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5-6 മിനിറ്റും കൂടെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും ചിക്കൻ നന്നായി റെഡിയാവും. അപ്പോൾ അതേ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ആ ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല രസമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്.
ഇനി ഞാൻ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൽ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ ചേർക്കുവാണെങ്കിൽ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും. അപ്പൊ അതില്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, കാരണം ഈ സമയത്ത് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഗ്രേവി കുറച്ച് കുറയുന്ന മാത്രമേ ഉള്ളൂ. അപ്പൊ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ തന്നെ ധാരാളമാണ് നമുക്കിത് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഈ കോൺഫ്ലോർ ഒന്ന് വേവണം. അപ്പോൾ ഒരു 4-5 മിനിറ്റും കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്പ്രിംഗ് ഒനിയൻ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് സ്പ്രിംഗ് ഒനിയൻ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഒന്നും കിട്ടാനില്ലല്ലോ, അപ്പൊ അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇങ്ങനെ ചേർത്താൽ തന്നെ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല കിടുക്കനാണ്, കഴിക്കാനായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇപ്പൊ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, വലിയ പണിയും ഇല്ല ചെയ്യാനായിട്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ ഇതുപോലെ തന്നെ നല്ല കിടുക്കനായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.